Hi all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് ആണ്. സോ ഫസ്റ്റ് വൺ, deduction under chapter 6A is restricted to gross total income and deduction cannot be carried forward. Okay, so that means നമ്മൾ എന്താണ് gross total income ൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് chapter 6A deduction. That means നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ സിനാരിയോയിൽ particulars amount rupees നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, income under the head, salary, then house property, then PGBP, then capital gains, then income from other source, then set of a carry forward അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, സോ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ചാപ്റ്റർ 6A ഡിഡക്ഷൻ. ചാപ്റ്റർ 6A ഡിഡക്ഷൻ നമുക്ക് കുറച്ച് ഈ ഡിഡക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നത് ടോട്ടൽ ഇൻകം. ഓക്കെ, സോ ടാക്സബിൾ ഇൻകം ഇവിടുന്നാണ്. സോ ഇവിടെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം റെസ്ട്രിക്റ്റഡ് ടു ഗ്രോസ്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് 1,70,000. നമ്മുടെ ചാപ്റ്റർ 6A എല്ലാം കൂടെ ചേർത്ത് 2 lakh നമുക്ക് ആക്ച്വൽ ഉണ്ട് എങ്കിൽ നമുക്ക് എത്രയാണ് റെസ്ട്രിക്റ്റഡ് ടു 1,70,000. അല്ലാണ്ട് മിച്ചമുള്ള 30,000 നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്നല്ല. സോ ദാറ്റ് മീൻസ് എത്രയാണോ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം അതുവരെ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ചാപ്റ്റർ 6A ഡിഡക്ഷൻ. ഓക്കെ, ദെൻ ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. long term capital gain under section 112A, long term short term capital gain under section 111A and special rates income. So income special rates ഉള്ള സിനാരിയോയിൽ എല്ലാം എന്താണ് ചാപ്റ്റർ 6A എന്താണ് long term capital gain under section 112A, then long term capital gain normal scenario section 112 ആണ്. then short term capital gain, that means ഇതിനൊക്കെ എന്താണ് സ്പെഷ്യൽ റേറ്റ്സ് ആപ്ലിക്കബിൾ ആണ്. സോ 111 ആണെങ്കിൽ 15%, 112 ആണെങ്കിൽ 10%, 112 ആണെങ്കിൽ 20%. സോ സ്പെഷ്യൽ റേറ്റ്സ് ആപ്ലിക്കബിൾ ആകുന്ന ഇൻകത്തിനൊന്നും തന്നെ നമുക്ക് എന്ത് കിട്ടത്തില്ല, ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടത്തില്ല. ഓക്കെ, സോ ഇതിനാണ് നമുക്ക് അറിയേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് അഗേൻസ്റ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് ചാപ്റ്റർ 6A ഡിഡക്ഷൻ. അല്ലാണ്ട് ഓരോ ഹെഡിനും അഗേൻസ്റ്റ് അല്ല, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് അഗേൻസ്റ്റ് ആണ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ റെസ്ട്രിക്റ്റഡ് ടു ഗ്രോസ് ടോട്ടൽ. ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണോ അല്ലെങ്കിൽ ചാപ്റ്റർ സോ ഗ്രോസ് ടോട്ടൽ ഇൻകം 1,70,000. സോ ചാപ്റ്റർ 6A നമ്മൾ ടോട്ടൽ ഉള്ള 1,60,000 ആണെങ്കിൽ നമുക്ക് ഇത് കുറച്ചിട്ട് 10,000 ആണ് നമ്മുടെ ടാക്സബിൾ ഇൻകം. ഓക്കെ, ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം. ദെൻ നമുക്ക് സ്പെഷ്യൽ റേറ്റ്സ് വരുന്ന സിനാരിയോ, സ്പെഷ്യൽ റേറ്റ്സ് വരുന്ന ഇൻകത്തിനൊന്നും തന്നെ നമുക്ക് എന്ത് കിട്ടത്തില്ല, ചാപ്റ്റർ 6A ഡിഡക്ഷൻ കിട്ടത്തില്ല. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പേയ്മെന്റ് റിലേറ്റഡ് ഡിഡക്ഷൻസ് ആണ് ചാപ്റ്റർ 6A വരുന്നത്. ഫസ്റ്റ് ATC. സോ ATCക്ക് എലിജിബിൾ ആകുന്നത്, എലിജിബിൾ അസസി എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ്, ഇൻഡിവിജ്വൽ ആൻഡ് HF. സോ ഇൻഡിവിജ്വൽസിനും HFിനുമാണ് എന്ത് കിട്ടുന്നത്, ATCയിൽ ഡിഡക്ഷൻ കിട്ടുന്നത്. സോ മാക്സിമം അങ്ങേയറ്റം എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ മാക്സിമം 1,50,000 വരെയാണ് എന്ത് കിട്ടുന്നത് ATCയിൽ. സോ ATCയിൽ ആർക്കൊക്കെയാണ്, ഇൻഡിവിജ്വൽ HFിനുമാണ് നമുക്ക് ATCയിൽ ഒരു പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ. സോ മാക്സിമം എത്രയാണ് കിട്ടുന്നത്, 1,50,000 വരെയാണ് കിട്ടുന്നത്. സോ 1,75,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് റെസ്ട്രിക്റ്റഡ് ടു 1,50,000. സോ ഇനിയും ATCയിൽ ഏതൊക്കെയാണ് ഈ പറയുന്ന സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. സോ അതിനകത്ത് മെയിൻ ആണ് LIC പ്രീമിയം. സോ നമുക്ക് നോർമൽ സെനാരിയോയിൽ എല്ലാവരും ATC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറഞ്ഞ LIC എന്ന് കേട്ടാൽ ഉടനെ നമുക്ക് നോർമൽ സെനാരിയോ പറയും ATC. സോ ATCയിൽ LIC പ്രീമിയം ആർക്കൊക്കെയാണ് കിട്ടുന്നത്. സോ ഇൻഡിവിജ്വലിന്റെ കേസിലാണെങ്കിൽ, സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡിവിജ്വലിന്റെ കേസിലാണെങ്കിൽ ഇൻഡിവിജ്വല് LIC പ്രീമിയം ഉണ്ടെങ്കിൽ സെൽഫ്, ആ ഇൻഡിവിജ്വലിന്റെ സ്വന്തം പ്ലസ് സ്പൗസിന്റെ ആകാം, ചിൽഡ്രന്റെ ആകാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പാരന്റ്സിന്റെ LIC പ്രീമിയം പേ ചെയ്താൽ പാരന്റ്സ് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ പോലും എലിജിബിൾ അല്ല ATC പ്രകാരം. ശ്രദ്ധിച്ചോണം, ഇൻഡിവിജ്വലിന്റെ കേസിൽ സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ. So HF in the case any member. Okay, HF in case of HF, any member of HF is eligible for. So HF in the case or HF ഉണ്ട്, അതിൽ ഏത് മെമ്പറിന്റെ പേരിൽ നമ്മൾ LIC പ്രീമിയം പേ ചെയ്താലും eligible for deduction. Okay, eligible for chapter 6A deduction. So ഇൻഡിവിജ്വലിന്റെ കേസിൽ ആർക്കൊക്കെ ഉള്ളൂ, സെൽഫ്, സ്പൗസ് ആൻഡ് ചിൽഡ്രൻ. സോ പാരന്റ്സ് ഉണ്ടോ, ഡിപ്പെൻഡന്റ് ആണെങ്കിലും ഇൻഡിപെൻഡന്റ് അല്ല എങ്കിലും നമുക്ക് എന്താണ് LIC പ്രീമിയം പേ ചെയ്താൽ, പാരന്റ്സിന്റെ LIC പ്രീമിയം പേ ചെയ്താൽ ആക്ച്വലി ATCയിൽ നമുക്ക് എന്ത് കിട്ടില്ല, ATCയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പോളിസി ഇഷ്യൂഡ് ബിഫോർ. ഓക്കെ, സോ ബിഫോർ 1/4/2012
12 ആയിരുന്നെങ്കിൽ, സോ 1/4/2012 മുമ്പാണ് പോളിസി ഇഷ്യൂ ചെയ്തെങ്കിൽ ആക്ച്വൽ പ്രീമിയം പെയ്ഡ് ഓർ 20% ഓഫ് സം അഷ്യൂർഡ്. ഓക്കെ, ആക്ച്വൽ ഓർ 20% ഓഫ് സം ഇതിൽ ലിസ്റ്റ് ചെയ്താണോ അതായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 20% മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റെസ്ട്രിക്റ്റഡ് ടു 20%. ഓക്കെ, then policy issued on or after 1/4/2012, then എന്താണ് ഈ 20 എന്നുള്ള എത്രയായിട്ട് മാറും, 10% ഓഫ് സം അഷ്യൂർഡ്. ഓക്കെ, സം അഷ്യൂർഡ് അല്ലെങ്കിൽ പ്രീമിയം പെയ്ഡ് whichever is less. ഓക്കെ, ഇതിൽ ലെസ് ലിസ്റ്റ് ചെയ്താണോ അതിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻഷുറൻസ് LIC പ്രീമിയം പെയ്ഡ് ആയിട്ടുള്ള 80C ഡിഡക്ഷൻ കിട്ടുന്നത്. ദെൻ ഒരു 8, അതായത് ഒരു ഡിസബിലിറ്റി കേസിലാണ് 80U നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും, സെക്ഷൻ 80U, സെക്ഷൻ 80DDB. ഈ രണ്ട് കേസിലും if the policy issued on or after 1/4/2013 for person with a disability. Okay, so then suffering disability under section 80U or 80DDB, then എത്രയാണ് 15% of sum assured ആവും. Okay, sum assured 15%. സോ എന്താണ് 1/4/2012 മുമ്പാണെങ്കിൽ മാക്സിമം 20%. സോ ദാറ്റ് മീൻസ് റൈറ്റ് നൗ നമ്മുടെ ലേറ്റസ്റ്റ് പോളിസി എല്ലാം എന്താണ് 10% ഓഫ് സം അഷ്യൂർഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, 80Cയിലെ LIC പ്രീമിയത്തിന്റെ ഫിഗർ. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് LIC, അതായത് 80Cയിൽ നമ്മൾ എന്ത് പറഞ്ഞു, ആർക്കൊക്കെയാണ് ഇൻഡിവിജ്വൽ HUFന് എലിജിബിൾ, മാക്സിമം 1,50,000 ആണ്, 1,50,000 ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിനെടുത്ത് ഞാൻ 80C ആർക്കൊക്കെ പറ്റും, ഇൻഡിവിജ്വൽ ഓർ HUF, മാക്സിമം ലിമിറ്റ് എത്രയാണ്, മാക്സിമം ലിമിറ്റ് 1,50,000. ഓക്കെ, സോ അതിൽ 80Cയിൽ വരുന്ന ആദ്യത്തെ നമ്മൾ പറഞ്ഞു LIC നമുക്ക് എന്താണ് പറഞ്ഞത്, 20%, ഒരു 10% സെനാരിയോ, 7% സം അഷ്യൂർഡ് അല്ലെങ്കിൽ 15% ഓഫ് സം അഷ്യൂർഡ്. ഓക്കെ, സോ ദെൻ ഇതാണ് ഫസ്റ്റ് വൺ ആണ് LIC. ദെൻ സെക്കൻഡ് വൺ ഇതാണ് എമൗണ്ട് ഡെപ്പോസിറ്റ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, PPF ഫോർ അസസി, സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ ആകാം, സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ എന്താണ് PPF. ദെൻ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ to statutory provident fund, recognized provident fund, SPF ലേക്കോ RPF ലേക്കോ. Then third one, amount invested in NSC as well as interest accrued on NSC, repayment of loan taken from banks, financial institution for purchase or construction of house. Okay, so repayment ഇതിന്റെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്, 24 ക്ലോസ് ബിയിൽ പഠിച്ചിരിക്കുന്നത്. സോ അതിനെ സോ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് പോർഷൻ കാണാം, ക്യാപിറ്റൽ പോർഷൻ നമുക്ക് എവിടെ വരാം, 80Cയിൽ വരാം. ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് ഫോർ 5 years or more. ദാറ്റ് മീൻസ് ടൈം ഡെപ്പോസിറ്റ് ആണ്, 5 വർഷമോ അതിൽ കൂടുതലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ ദാറ്റ് എമൗണ്ട്. Tuition fee paid for education of children, maximum 2 children for full time education in India. Okay, so tuition fee pay ചെയ്യുന്നത് maximum 2 children in India. Then deposit in notified bonds of NABARD, deposit in senior citizen savings scheme, contribution towards unit linked insurance fund ULIP. Then your notified mutual funds of UTI, notified schemes of UTI or mutual fund. Then deposit in Suganya Samriddhi account for individual himself or herself for any girl child. Okay, നമുക്ക് എല്ലാവർക്കും അറിയാം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ദാറ്റ് മീൻസ് പെൺകുട്ടികളുടെ പേരിൽ എന്താണ് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഡെപ്പോസിറ്റ് ഓഫ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. Okay. Then stamp duty, registration fee for acquisition of house property. Then by employees of central government as contribution to a specified pension scheme specified in 80CCD for a fixed period of 3 years or more. So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമൽ വരുന്നത്, എന്താണ് 80Cയിൽ വരുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന LIC പ്രീമിയം പ്ലസ് PPF അങ്ങനെ എന്താണ് 15 പോയിന്റ്സും കൂടെ ചേർത്തിട്ടാണ് എത്ര വരേണ്ടത് അല്ലേ. സോ ഇതാണ് ഒന്നാമത്തത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്താണ് അങ്ങനെ 15 എലിജിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് പറ്റും നമുക്ക് എന്താണ് 80Cയിൽ. സോ ഇങ്ങനെ 15 ഇതിലും കൂടെ LIC മാത്രം 1,50,000 എന്നല്ല പറഞ്ഞത്, കാരണം 80Cയിൽ പറഞ്ഞിരിക്കുന്ന ഈ 15 ഇൻവെസ്റ്റ്മെന്റ് കൂടെ ചേർത്ത് നമുക്ക് എന്താണ് റെസ്ട്രിക്റ്റഡ് ടു 1,50,000 ഇൻ എ ഇയർ. ഓക്കെ, സോ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നല്ല, ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല, 80Cയിലെ ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ 80CCC, കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് ഓഫ് LIC ഓർ അതർ ഇൻഷുറൻസ് കമ്പനി. ഓക്കെ,
So eligible assessee individual ആണ്. Maximum amount deduction 1,50,000 ആണ്. 1,50,000. Then 80 CCD. Contribution to pension scheme of central government, new pension scheme or the pension yojana. Okay. Then eligible assessee individual, amount of deduction 80 CCD 1. 80 CCD 1. So very important. Another question varunana 80 CCD 1. Salaried employee anengile salaried employee others. Okay. So salaried employee anengile actual contribution or 10% of salary, whichever is less. Okay. So other case salaried employee allangile actual contribution or 20% of gross total income. Okay. 20% of gross total income. So done 80 CCD subsection 1. So salaried employee ആണെന്നുണ്ടെങ്കിൽ actual contribution of 10% of salary, whichever is less. So ഈ കേസിൽ others ആണെങ്കിൽ അതായത് salaried employee ആണെങ്കിൽ actual contribution നമ്മളെ ബിസിനസ് ആണെങ്കിൽ gross total income 20%, whichever is less. Okay. Then section 80 CCD 1B. So 80 CCD 1 in additional ആയിട്ട് വരുന്നതാണ്. So up to additional deduction up to rupees. So that means 80 CCD 1 പ്രകാരം നമുക്ക് ഇത് കമ്പ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു ജസ്റ്റ് ഫിഗർ വിചാരിക്കുക 1,75,000 ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ കോൺട്രിബ്യൂഷൻ. സോ 1,50,000 വരെ വേറെ ഒന്നും ഇല്ല എങ്കിൽ 80 CCD 1,50,000 വരെ ക്ലെയിം ചെയ്യാം. റിമൈനിങ് നമുക്ക് എവിടെ ക്ലെയിം ചെയ്യാം? 25,000 എവിടെ ക്ലെയിം ചെയ്യാം? 80 CCD subsection 1B യിൽ ക്ലെയിം ചെയ്യാം. Okay. Then next one 80 CCD subsection employers contribution to NPS for the benefit of employees. Employers contribution is the first taxable under the head salary in the hands of the employee, then gets deduction under section 80 CCD. No, employers contribution നമ്മൾ already salary discuss ചെയ്യാണ് 80 CCD subsection 2. So employers actually another deduction in the employers contribution or 10% of salary, whichever is less. Okay, ഇതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത്. Okay. For the purpose of 80 CCD subsection 1 and 2, salary means basic plus DA in terms of employment. Okay. So ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു 80 CCE എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, അഗ്രിഗേഷൻ. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ പഠിച്ചു 80C, 80 CCC, 80 CCD subsection 1, 80 CCD subsection 1B, 80 CCD subsection 2. Okay, so 80 CC aggregate deduction is restricted to 1,50,000. So 80 CCE section 80 very important, section 80 CCE. So ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 80 CCE ലെ മാക്സിമം നമുക്ക് എത്ര പറ്റത്തുള്ളൂ? less than or equal to 1,50,000 വരെയാണ് മാക്സിമം. So 80 CCE ലെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് includes 1,50,000 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? സോ 80C നമ്മൾ നേരത്തെ പറഞ്ഞ LIC അങ്ങനെ 15 ഐറ്റംസ് പ്ലസ് 80 CCC പ്ലസ് 80 CCD സബ്സെക്ഷൻ 1. സോ ദാറ്റ് മീൻസ് എന്താണ്? ഇതിന്റെ എക്സ്ക്ലൂഡ്സ് അല്ലെങ്കിൽ ഇതിന്റെ സ്കോപ്പിന് പുറത്ത് കിടക്കുന്നതാണ് എക്സ്ക്ലൂഡ്സ്. എത്രയാണ്? 80 CCD സബ്സെക്ഷൻ 1B അല്ലേ? മാക്സിമം എത്ര കിട്ടും? മാക്സിമം 50,000 വരെ കിട്ടും. ദെൻ 80 CCD സബ്സെക്ഷൻ 2 എന്താണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഓൾറെഡി എന്താണ് സാലറിയിൽ നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഡിഡക്ഷൻ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സോ ഓവർ ആൻഡ് അബവ് 80, ദാറ്റ് മീൻസ് 80 CCയിൽ ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടും? 80 CCD സബ്സെക്ഷൻ 1B ഉണ്ടെങ്കിൽ 50,000 പ്ലസ് 80 CCD സബ്സെക്ഷൻ 2 ഉണ്ടെങ്കിൽ ആക്ച്വൽ എമൗണ്ട് എത്രയാണോ നമുക്ക് അത്രയും നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം ഓവർ ആൻഡ് അബവ് 80 CCE. സോ ഫസ്റ്റ് സെനാരിയോ ഇതാണ് 80C, 80 CCC, 80 CCD. 80C നമ്മൾ 15 കേസസ് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് LIC ആണ്, ബിക്കോസ് അതിനകത്താണ് പല റേറ്റ് ആപ്ലിക്കബിൾ ആകുന്നത്. ദെൻ 80 CCC പറഞ്ഞു കോൺട്രിബ്യൂഷൻ, അതും സെപ്പറേറ്റ് 1,50,000. 80 CCD പറഞ്ഞു. 80 CCD സബ്സെക്ഷൻ 80 CCD രണ്ട് സെക്ഷൻ ആണുള്ളത്. 80 CCD സബ്സെക്ഷൻ 1 സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ
or 10% of salary. Others are actual contribution or 20% of gross total income, whichever is less. Okay, 80 in addition to 80 CCD subsection 1, 80 CCD subsection 1 bill the maximum up to 50,000. Okay, so deduction up to rupees 50,000. 80 CCD subsection 2 and employers contribution to RPF. Okay, so employers contribution to Provident Fund National Provident Fund employers contribution first and they taxable under the head salary, then deduction under section 80 CCD subsection 2. Already salary 17 subsection 1 salary includes, so employers contribution to Provident Fund specified under section 80 CCD subsection 2. Then aggregate 80 CCE in section 1 the maximum deduction aggregate deduction in case of 80C plus 80CCC plus 80CCD subsection 1 ഇത് എത്രയാണ് maximum എത്രയാകത്തുള്ളൂ restricted to 1 lakh less than or equal to 1,50,000. so അതിനുശേഷം ഉണ്ടെങ്കിൽ 1,50,000 ക്ക് മുകളിലോട്ട് 80CCD 1B ഉണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് so ഇപ്പോൾ ഒരു 2,50,000 ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ 1,50,000 plus ഒരു 50 വരെ okay then 80CCD എന്താണ് എംപ്ലോയറുടെ ആണ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു സാലറിയിൽ ടാക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഇവിടെ without any restriction നമുക്ക് എന്തായിട്ട് കിട്ടും deduction because എന്ത് restriction ആണ് 80CCE restriction ന്റെ പുറത്താണ് 80CCD subsection 1B യും 80CCD subsection 2. Okay, so very important. Then next one 80D deduction in respect of medical insurance premium. Central government health scheme, central government health scheme ആണ് central government health scheme preventive health checkup. Okay, and medical treatment. Okay, നോക്കണം എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രീമിയം സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീമിലേക്ക് പേ ചെയ്യാം ദെൻ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ദെൻ മെഡിക്കൽ പ്രീമിയം അല്ല ഇവിടെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ആക്ച്വലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സെനാരിയോ ആണ് എന്ന് പറയുന്നത് so ഇവിടെ നമുക്ക് നോക്കാം eligible assessee individual and HUF ആണ് so individual ആണെങ്കിൽ self spouse parent and dependent children parents and dependent children okay then HUF ആണെങ്കിലോ any member of HUF so mode of payment any mode other than cash but payment of preventive health checkup എന്താകാം cash ആകാം okay so very important പ്രീമിയം പേ ചെയ്യുന്നത് ബാക്കിയെല്ലാം എന്തായിരിക്കണം ഇനി മോഡൽ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് മാത്രം എന്താകാം ക്യാഷ് ആകാം സോ ഇൻഡിവിജ്വലിന്റെ കേസിലാണ് നമുക്ക് രണ്ട് സെനാരിയോ ആയിട്ടാണ് എടുക്കുന്നത് സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രൻ സെൽഫ് സ്പൗസ് ദെൻ പാരന്റ്സ് രണ്ട് സെനാരിയോ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആണ് സോ ഇതൊരു കാറ്റഗറി ആണ് സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രൻ സോ ഓഫീസിലൊക്കെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് അറിയാം സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രന് പാരന്റ്സിന് സെപ്പറേറ്റ് സെനാരിയോ സോ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആണെങ്കിൽ എന്താണ് സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രനുള്ള ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് ആ സ്കീമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് സോ ദാറ്റ് മീൻസ് ഇവർക്ക് എന്ത് ആപ്ലിക്കബിൾ അല്ല സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 80Dയിലെ ഡിഡക്ഷൻ കിട്ടില്ല പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ആർക്കൊക്കെയാണ് ഇൻഡിവിജ്വലിനും പാരന്റ്സിനും ആപ്ലിക്കബിൾ ആണ് ഇൻഡിവിജ്വലിന്റെ കേസിൽ പാരന്റ്സിനും സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രനും ആപ്ലിക്കബിൾ ആണ് ഓക്കെ സോ ജനറലി നമുക്ക് മാക്സിമം കിട്ടുന്നത് 25,000 ആണ് എന്ത് സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രൻ സോ പാരന്റ്സിന് കിട്ടുന്നത് മാക്സിമം 25,000 ഓക്കെ സോ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത് നോർമലി നമുക്ക് അഡീഷണൽ ഡിഡക്ഷൻ വെൻ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ടേക്കൺ ഫോർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും 25 എന്നുള്ളത് എൻഹാൻസ് ചെയ്ത് എത്ര വരെ കിട്ടുന്നതാണ് അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 50,000 ഓക്കെ സോ ആരും സീനിയർ ഇല്ല എങ്കിൽ എന്താണ് നമുക്ക് 26 ആക്ച്വൽ ഉണ്ടെങ്കിലാണ് 25,000 so ഇവിടെ സെൽഫ് ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ഈസ് സീനിയർ സിറ്റിസൺ ദെൻ പാരന്റും എന്തായിരിക്കും സീനിയർ രണ്ടുപേരും നമുക്ക് എത്ര കിട്ടും 50,000 ഈച്ച് കിട്ടാം ഓക്കെ മാക്സിമം ആണ് പറയുന്നത് അതിനനുസരിച്ചുള്ള നമുക്ക് ആക്ച്വൽ പേയ്മെന്റ് ഓർ സോ മെഡിക്കൽ ഇൻഷുറൻസ് ആണെങ്കിൽ എനി മോഡ് അതർ ദാൻ ക്യാഷ് പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഓക്കെ സോ ഇൻക്ലൂഡിംഗ് പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ആണ് എന്ന് പറയുന്നത് ഈ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 50,000 അല്ലെങ്കിൽ 25,000 ഇതൊരു ഇതാണ് ഇതിവിടെയാണല്ലോ ഇവിടെ ഇനി എന്താണ് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഓഫ് സീനിയർ സിറ്റിസൺ ഏജ്ഡ് ഓക്കെ സോ മെഡിക്ലെയിം ആകാം എമൗണ്ട് നോട്ട് പെയ്ഡ് ഫോർ സച്ച് പേഴ്സൺ ആൻഡ് മെഡിക്ലെയിം പ്രീമിയം നോട്ട് പെയ്ഡ് സോ ദാറ്റ് മീൻസ് എന്താണ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ സോ നമുക്ക് ആക്ച്വലി എന്താണ് ഇത് ഈ സെനാരിയോ എപ്പോഴാണ് മെഡിക്കൽ പ്രീമിയം ഇല്ല ബട്ട് പ്രീവിയസ് ഇയറിൽ നമുക്കൊരു മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായി ഒന്നെങ്കിൽ സെൽഫ് അല്ലെങ്കിൽ സ്പൗസ് അല്ലെങ്കിൽ ഡിപെൻഡന്റ് ചിൽഡ്രൻ അല്ലെങ്കിൽ എന്താണ് പാരന്റ്സിനാണെന്നുണ്ടെങ്കിൽ ഓക്കെ സോ നമുക്ക് എത്ര വരെ കിട്ടും
ഏജ് ഉണ്ടോ ആക്ച്വൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമുക്ക് 50,000 വരെ മാക്സിമം എക്സ്പെൻഡിച്ചർ നമുക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ് മീൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ദെൻ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് നോർമൽ സെനാരിയോയിൽ 25 ആരെങ്കിലും ഒരാളെങ്കിലും സീനിയർ ആണെങ്കിൽ 50,000 ഈച്ച് നമുക്ക് കിട്ടാം. ദെൻ ആക്ച്വൽ നമുക്ക് മെഡിക്കൽ പ്രീമിയം എടുത്തിട്ടില്ല, നമ്മുടെ പേരിലില്ല അല്ലെങ്കിൽ പാരന്റ്സിന്റെ പേരിലില്ല, ബട്ട് പ്രീവിയസ് ഇയറിൽ ഒരു മെഡിക്കൽ എക്സ്പെൻസ് ദാറ്റ് മീൻസ് ഒരു ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വരെ ക്ലെയിം ചെയ്യാം ആക്ച്വൽ or 50,000 whichever is less. Okay, so that means എന്തായിരിക്കണം അതൊരു ക്യാഷ് പേയ്മെന്റ് ആകാതിരിക്കണം. സോ ക്യാഷ് പേയ്മെന്റ് എന്തിൽ മാത്രമേ പറ്റുള്ളൂ? പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് അല്ലേ, അഗ്രിഗേറ്റ് പേയ്മെന്റ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രൻ പാരന്റ്സ് cannot exceed. That means ഒരു പ്രീവിയസ് ഇയറിൽ അങ്ങേയറ്റം നമുക്ക് ഓരോരുത്തർക്കും 5,000 വെച്ച് ക്ലെയിം ചെയ്യാം എന്നല്ല പറയുന്നത് പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ്. അങ്ങേയറ്റം ഒരു പ്രീവിയസ് ഇയറിൽ ഒരു അസസിക്ക് എത്ര ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? 5,000 രൂപ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്തായിട്ട് പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ്. അത് എന്തിനാ നിൽക്കുകയും വേണം? ഈ പറയുന്ന ലിമിറ്റ്സ് ആയിട്ടുള്ള 25 അല്ലെങ്കിൽ 50 നിൽക്കുകയും കൂടെ വേണം അല്ലേ. സോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ 50,000 അതിന് അത് കഴിഞ്ഞൊരു 5,000 രൂപയുടെ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് പറ്റില്ല. പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് എന്തിനകത്ത് ആ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് അത് പക്ഷെ എന്താകാം? ക്യാഷ് ആകാം. അത് മാത്രമുള്ള ഒരു വ്യത്യാസം. ഓക്കെ, നെക്സ്റ്റ് വൺ 80DD deduction in respect of medical treatment maintenance of handicapped or handicapped dependent relative. So eligible assessee resident individual and HUF resident individual and resident individual. So ഇവിടെ എന്താണ്? ഫ്ലാറ്റ് ഡിഡക്ഷൻ ആണ്. ഡിസബിലിറ്റി ദാറ്റ് മീൻസ് നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ നോർമൽ ആണെങ്കിൽ 40% ഒക്കെയാണ് ഡിസബിലിറ്റി എങ്കിൽ എത്ര വരെ നമുക്ക് അല്ലെ 1 രൂപ സോ ചെലവാക്കിയാൽ ദാറ്റ് മീൻസ് ഇറസ്പെക്റ്റീവ് 1 രൂപ ചെലവാക്കി ദാറ്റ് മീൻസ് എത്ര ചെലവാക്കിയാലും ഇല്ലെങ്കിൽ 1 രൂപ ചെലവാക്കിയാലും അല്ലെങ്കിൽ 50 രൂപ ചെലവാക്കിയാലും 50,000 നമുക്ക് എത്ര ഫ്ലാറ്റ് നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ 75,000 സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ സിവിയർ 1,25,000 വരെ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ എലിജിബിൾ ആണ്. ഓക്കെ, so ഇവിടെ assessee should incur expense on medical treatment or deposit any amount for maintenance of such handicap dependent relative. Okay, so relative of individual spouse, brother, sister, children, mother, father. Then in case of HUF, any member of HUF. Okay. Then next one, 80D. So എന്തായിരിക്കണം? ആക്ച്വൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കണം. സോ എത്രയാണോ ഡെപ്പോസിറ്റ് നമുക്ക് എന്താണ് ഇറസ്പെക്റ്റീവ് ഓഫ് ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ഓർ ഡെപ്പോസിറ്റഡ്. സോ നമുക്ക് എന്താണ് ഫ്ലാറ്റ് 75,000 അല്ലെങ്കിൽ സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80DDB ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് LIC പ്രീമിയത്തിന്റെ കേസിൽ പറഞ്ഞ ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസസ്. ഓക്കെ, സോ ഈ കേസിൽ റെസിഡന്റ് ഇൻഡിവിജ്വൽ HUF ആണ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ആക്ച്വൽ എക്സ്പെൻസ് ട്രീറ്റ്മെന്റ്. ഓക്കെ, സോ ആക്ച്വൽ അല്ലെങ്കിൽ 40,000 or 1 lakh 40,000 or 1 lakh 40,000 or 1 lakh whichever is this. So നമുക്ക് ഇത് 40,000 എവിടെയാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. നോർമൽ കേസിൽ 40,000 സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1 lakh വരെ നമുക്ക് കിട്ടാം. സോ നോട്ട് assessee should incur expenditure on treatment of specified disease for individual ആണെങ്കിൽ സെൽഫ്, dependent relatives, spouse, children, parent, other sisters, HUF ആണെങ്കിൽ any dependent member. സോ ആക്ച്വലി ചെലവായത് നോർമൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 40,000 അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ 1,00,000. ഇതിൽ ഏതാണോ ലെസ് ഇതിൽ ലോവർ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും റീഇംബേഴ്സ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ടുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ആയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, സോ 80DDB. ദെൻ തൊട്ടടുത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് LICയുടെ കേസിൽ 80U ഡിഡക്ഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡ് അസസ്. ഇവിടെ എന്താണ് സ്പെസിഫിക് ഡിസീസ് ഫോർ ഇവിടെ എല്ലാം നമ്മൾ എന്താണ് റെസിഡന്റ് ഇൻഡിവിജ്വലിന് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്താണ് നമ്മുടെ ഡിപെൻഡന്റ് റിലേറ്റീവ് ഇതെന്താണ് ദാറ്റ് അസസി ഹിംസെൽഫ് ഈസ് എന്താണ് ഹാൻഡിക്യാപ്ഡ്. ഓക്കെ, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ എത്രയാണ് 75,000 ഫ്ലാറ്റ് ആണ്. സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000. ദാറ്റ് മീൻസ് ഡിസേബിൾഡ് പേഴ്സൺ ഇൻകം ജനറേറ്റ് ചെയ്ത നമുക്ക് ഫ്ലാറ്റ് ഡിഡക്ഷൻ ആണ് 75,000 or 1,25,000. സോ ആ ഡിസബിലിറ്റി നോർമൽ ഡിസബിലിറ്റി ആണോ സിവിയർ ഡിസബിലിറ്റി ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. 75 ദാറ്റ് മീൻസ് ഫ്ലാറ്റ് ആണ്. സോ 80DDയിലും 80Uയിലും എന്താണ് ഫ്ലാറ്റ് ആണ്. 80DDBയിൽ മാത്രം ആക്ച്വൽ ഓർ 40,000 or 1 lakh. ദെൻ എന്തെങ്കിലും റീഇംബേഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് അത് ലെസ് ചെയ്തിട്ട് റിമൈനിങ് പോർഷൻ ആയിരിക്കും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ 80E ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ എല്ലാം എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന സംഭവമാണ് 80E. എലിജിബിൾ ആക്സസ് ചെയ്യാനാണ് ഇൻഡിവിജ്വൽ എമൗണ്ട് ഡിഡക്ഷൻ. ഇൻട്രസ്റ്റ്
amount, interest amount, capital alla interest amount for a period of 8 consecutive years starting from the year in which assessee starts paying interest. So എന്നാണോ നമ്മൾ ഇൻട്രസ്റ്റ് ആദ്യമായിട്ട് പേ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്, ചിലപ്പോൾ സംടൈംസ് നമ്മൾ എന്തായിരിക്കും ആ ഒരു എഡ്യൂക്കേഷൻ ആ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. എന്നാണോ ഇൻട്രസ്റ്റ് പേ ചെയ്ത് തുടങ്ങുന്നത് അന്ന് മുതൽ ആ വർഷം മുതൽ 8 വർഷം കൺസിക്യൂട്ടീവ് ആയിട്ട് 8 വർഷം വരെ മാത്രമേ നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, 80E interest in respect of loan taken for. So that means എന്താണ് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന സെനാരിയോ ആണിത്. 8 ഇയേഴ്സിലേക്ക് പറ്റുള്ളൂ, അതിനുശേഷം പേ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പേ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല, ഇൻട്രസ്റ്റ് 80E ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല. ഓക്കെ, സോ എല്ലാവർക്കും ഒരു തോന്നലുണ്ടോ 8 വർഷം കൊണ്ട് പേ ചെയ്യും. സോ നോർമൽ സെനാരിയോയിൽ ആരും 8 വർഷം കൊണ്ടൊന്നും പേ ചെയ്യാറില്ല. ബട്ട് അതിനുശേഷം നമുക്ക് എന്താണ് 80E ഡിഡക്ഷൻ പറ്റില്ല. എന്നാണോ ഏത് പ്രീവിയസ് ഇയർ ആണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ അങ്ങോട്ട് കൺസിക്യൂട്ടീവ് ആയിട്ട് 8 ഇയേഴ്സ് വരെ നമുക്ക് എന്താണ് ഇൻക്ലൂഡിങ് സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് ഇയർ 8 ഇയേഴ്സ് വരെ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഡിഡക്ഷൻ is allowed if loan taken for education of self, spouse, children or any student from whom assessee is the legal guardian. Okay, then next one 80E deduction in respect of interest on housing loan. Okay, so interest on housing നമ്മൾ ഓൾറെഡി എന്താണ് 24 ഹൗസ് പ്രോപ്പർട്ടി 24B എത്രയാണ് നമുക്ക് ഒരു 2 lakh ജസ്റ്റ് ഇത് പറയാണ് 2 lakh ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ആണ് 2 lakh വരെ ക്ലെയിം ചെയ്യാം ഓവർ ആൻഡ് അബോവ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് 24B എത്രയാണോ ക്ലെയിം ചെയ്തത് റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ആക്ച്വലി എത്രയാണോ അത്രയും നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, ദെൻ നോക്കാം എലിജിബിൾ അസസി ഇൻഡിവിജ്വൽ മാക്സിമം ഉണ്ടോ 50,000. ദാറ്റ് മീൻസ് 2 lakh കഴിഞ്ഞിട്ട് വേണം 2 lakh ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിലുള്ള ഒരു സെനാരിയോ വെച്ച് പറയാണ്, ഒരു ഫിഗർ പറയാൻ വേണ്ടി പറയുന്നതാണ്. സെൽഫ് ഓക്യുപ്പൈഡ് അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് എത്രയാണോ അത്രയും വരെ നമുക്ക് ക്ലെയിം ചെയ്യാം. സോ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ 50,000 മാക്സിമം 50 ഏതാണ് ₹50,000. The loan should be taken from bank or financial institution for acquisition of residential property. That means pakka residential property ആണ്. Purchase price is up to ₹50 lakh. Okay, so ശ്രദ്ധിക്കുക purchase price എത്രയായിരിക്കണം 50 lakh. Loan should be sanctioned between 1/4/2016 to 31/3/2017. Okay, then loan amount is up to 30. കണ്ടീഷൻസ് ആണ് കൂടുതൽ. സോ ഇൻഡിവിജ്വൽസ് മാക്സിമം നമുക്ക് എത്രയാണ് 50,000 വരെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. സോ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം, ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കണം 50 lakhs ആയിരിക്കണം മാക്സിമം. ഉണ്ടോ ഈ സാങ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, സാങ്ഷൻഡ് ബിറ്റ്വീൻ 1/4/2016 to 31/3/2017. ദാറ്റ് മീൻസ് 16-17 പ്രീവിയസ് ഇയർ ആയിരിക്കണം സാങ്ഷൻ. ദെൻ ലോൺ എമൗണ്ട് മാക്സിമം എത്ര ആയിരുന്നല്ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 35 lakh. 35 lakh അതിൽ താഴെ ആയിരിക്കണം. Then assessee does not own any residential house property on the date of such sanction. Okay, so that means ഒന്നിൽ കൂടുതൽ ഒരു പുതിയതായിട്ട് ഒരു ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് താമസിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അക്വിസിഷൻ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആണ് ഉദ്ദേശം. ദാറ്റ് മീൻസ് നമുക്ക് എത്ര കിട്ടും 24B. ഫസ്റ്റ് ഡിഡക്ഷൻ ഷുഡ് ബി 24B of house property up to 20 remaining interest deduction under section 80 ഉണ്ടോ. സോ ദാറ്റ് മീൻസ് നമുക്ക് 24B സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ 2 lakhs വരെ പറ്റും. ദെൻ റിമൈൻ സോ നമ്മുടെ ഇൻട്രസ്റ്റ് 2,50,000 അല്ലെങ്കിൽ 2,25,000 ഉണ്ട്. സോ 2,75,000 ഉണ്ടെങ്കിലോ നമുക്ക് എത്രയാണ് 2 lakh വരെ 24B ക്ലെയിം ചെയ്യാം. ദെൻ റിമൈനിങ് 50,000 ഇവിടെ ക്ലെയിം ചെയ്യാം. 25,000 പിന്നെ മിച്ചുള്ള 25,000 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ശ്രദ്ധിക്കുക എന്താണ് മാക്സിമം 50,000 ആണ്. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം. പർച്ചേസ് ഓഫ് ദാറ്റ് ഹൗസ് പ്രോപ്പർട്ടി മാക്സിമം 50 lakhs ആയിരിക്കണം. 16-17 പ്രീവിയസ് ഇയറിലായിരിക്കണം. സാങ്ഷൻ ഡിസ്പേഴ്സ്മെന്റ് പല വർഷങ്ങളായിട്ടായിരിക്കാം. സാങ്ഷൻ ഡേറ്റ് ഇൻ ബിറ്റ്വീൻ 1/4/2016 to 31/3/2017 ആകണം. Then loan amount is up to ₹35 lakh. So 35 lakhന് മുകളിലാണ് ലോൺ എമൗണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല 80E ഡിഡക്ഷൻ കിട്ടില്ല. ദെൻ ഫസ്റ്റ് 24B നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ. ദെൻ മിച്ചമുള്ളത് 80E സാങ്ഷൻ എന്താണ് ആ ലോൺ സാങ്ഷൻ ആകുന്ന സമയത്ത് എന്താണോ ഒന്നിൽ കൂടുതൽ ഓൺ ഡസ് നോട്ട് ഓൺ എനി റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. സോ ദാറ്റ് മീൻസ് പുതിയതായിട്ട് ഒരു ഹൗസ് പ്രോപ്പർട്ടി വെക്കുക, സ്വന്തം പേരിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി വെക്കുക എന്നുള്ള ഉദ്ദേശമുള്ളവർക്കാണ് എന്ത് കിട്ടുന്നത് 80E. ഓക്കെ, then next one ഒരു amendment ആണ് 80EA deduction in respect of interest on housing loan. Okay, so individual other than covered under 80. So that means പക്ക ഇവിടെ എന്താണ് ഇവിടെയും എന്താണ് ഇൻഡിവിജ്വൽ ആണ്. 80EE കവർ ചെയ്യാത്ത മാക്സിമം ഡിഡക്ഷൻ എത്രയാണ് 1,50,000 കണ്ടീഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ 1,50,000 വരെ കിട്ടും. Loan should be taken from banks or financial institutions for acquisition of residential house property. So other residential house property. Then stamp duty value of house property should be up to 45 lakhs. Okay, so നേരത്തെ value of the house എത്രയായിരുന്നു 50 lakh ആയിരുന്നു പർച്ചേസ് പ്രൈസ്. ഇവിടെ stamp duty value should be
നമ്മുടെ പ്രീവിയസ് ഇയർ 1/4 19-20 പ്രീവിയസ് ഇയർ ആയിരിക്കണം ലോൺ സാങ്ഷൻ ആയിരിക്കുന്നത്. അസസി does not own any residential house property on the date of sanction of loan. Okay, so that means അത് കിട്ടില്ല, 80EE കിട്ടില്ല. ലേറ്റസ്റ്റ് പുതിയതായിട്ട് ഒരു ലോൺ എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയാണ്, നമ്മുടെ പ്രീവിയസ് ഇയർ ലോൺ എടുത്തവർക്ക് വേണ്ടിയാണ് എന്ത് വന്നിരിക്കുന്നത് 80EEA. 80EEA under where a deduction under this section is allowed for any interest, deduction shall not allowed in respect of such interest under any other portion of this act for the same other for any other assessment year. Okay, first deduction should be 24B ആയിരിക്കണം. That means house property remaining interest should be under section 80EE. എപ്പോഴും അങ്ങനെയാണ്, ഹൗസ് പ്രോപ്പർട്ടി അത് സെൽഫ് ഓക്യുപ്പൈഡ് ആയിരിക്കും. സോ നോർമലി 2 lakh വരെ പോയിട്ട് മിച്ചമുള്ളത് എന്താണ്, ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എത്ര വരെ കിട്ടാം, 1,50,000. Okay, 1,50,000 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ അസസ്മെന്റ് ഇയറിൽ ഉള്ള എക്സാമിലേക്കുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെന്റ് ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ അഗൈൻ അടുത്തൊരു അമെൻമെന്റ് 80EEB, deduction in respect of electric vehicle. Okay, loan. So individual maximum deduction 1,50,000 loan should be taken from a bank or financial institution including NBFC for purchase of electric vehicle. Okay, so നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെന്റ് എല്ലാവരും ഇലക്ട്രിക് വെഹിക്കിൾ പെട്രോൾ ഫ്യൂവലിന്റെ വില കൊടുക്കുന്നുണ്ട്, എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സോ സാങ്ഷൻ ഡേറ്റ് നോക്കി 1/4/2000, ദാറ്റ് മീൻസ് 19. സോ 2023 മുതൽ 19 മുതൽ 23 വരെ എന്താണ് ഈ ഒരു പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിരിക്കും. where a deduction under this section is allowed for any interest, deduction shall not be allowed in respect of such interest under any other portions of the act same the assessment year. Okay, so electric vehicle എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. then 80G deductions നമുക്ക് 8,000 നോക്കാം, ബിക്കോസ് പ്രോബ്ലം ഉൾപ്പെടെ ചെയ്തു അതിന്റെ സിനാരിയോ ആണുണ്ട്. നമുക്ക് നെക്സ്റ്റ് സെഷൻ നോക്കാം. then 80GG rent paid. Okay, house property. so HRA കിട്ടാതെ നമ്മൾ സാലറി 10 subsection 13A HRA കിട്ടുന്നവർക്ക് എന്ത് കിട്ടത്തില്ല, 80GG ഡിഡക്ഷൻ കിട്ടത്തില്ല. സോ HRA കിട്ടാത്തവർക്ക് ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഡിഡക്ഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ സോ 5,000 പെർ മന്ത് അല്ലെങ്കിൽ 25% ഓഫ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. സോ പിന്നെന്താണ് റെന്റ് പെയ്ഡ് minus 10% of adjusted gross total income. Okay, so ഇവിടെ adjusted gross total income ശ്രദ്ധിക്കണം. gross total income നിന്ന് income tax at special rates, that means capital gains 111 വരുന്ന scenario, all deduction under section 6 except 80GG. 80GG വെച്ച് ബാക്കിയുള്ള എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് adjusted gross total income അതിന് 25% അല്ലെങ്കിൽ 5,000 പെർ മന്ത് അല്ലെങ്കിൽ റെന്റ് പെയ്ഡ് മൈനസ് 10%. ഇതിൽ ഏതാണോ ലീസ്റ്റ്. ഓക്കെ, സോ അതിലേതാണോ ലീസ്റ്റ് അതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, then 80GGA ഡൊണേഷൻ ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, എലിജിബിൾ അസസി ഓൾ അസസി എക്സെപ്റ്റ് അസസി ഹാവിംഗ് ഇൻകം അണ്ടർ ദ ഹെഡ് PGP. സോ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും അവിടെ ക്ലെയിം ചെയ്യും. അതുകൊണ്ടാണ് അതർ ദാൻ PGPP 100% of deduction. If donation amount is more than 10,000 should be made any mode other than cash. Okay, so 10,000 മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം, ക്യാഷ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, 80GGA ഡിഡക്ഷൻ കിട്ടില്ല. Okay, then next one 80GGB donation to political party or electoral trust. So Indian companies മാത്രമാണ് എന്ത് 80GGB. so very important, companies മാത്രം amount of deduction 100% കിട്ടും. Then next one 80GG donation to political party electoral any person. the company ആണെങ്കിൽ 80GGB, other than company ആണെങ്കിൽ എന്തൊരു 80GGC 100% deduction, no deduction under section 80G if made in cash. Okay, so cash ഇവിടെ എന്താണ് 80GGAയില് 10,000 വരെ ക്യാഷ് ആയിരുന്നു. 80GGBയിലും GGCയിലും എന്താണ് ക്യാഷ് പേയ്മെന്റ് ഉണ്ടോ, എന്ത് കിട്ടില്ല, നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. then next one 80JJA deduction respect of employment of new employees. eligible assessee all assessee engaged in business to whom section 44AB applies turnover. that means turnover basis le tax audit applicable. amount of deduction 30% of additional employee cost. deduction allowed in 3 consecutive years. Okay, so additional employee cost, total employment paid or payable additional employees employed during the financial year. in case of existing business, additional employee cost shall be nil if
There is no increase in total number of employees. Put employees vannittilla enkil emoluments paid otherwise done by account by check draft etc. Okay. So in case of new business, additional employee cost shall be emoluments paid to payable or employee employed during the previous year. Additional employees do not include, very important, employees whose total emoluments greater than. So greater than 25,000 per month ആണെങ്കിൽ നോർമൽ ഒരു എംപ്ലോയി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. എംപ്ലോയി employed for less than 240 days in the previous year. In case of manufacture of apparel or footwear or leather products, in 240 വരുന്നത് 150 days. Employee does not participate in RPF. Employee, so RPF recognized product fund participate ചെയ്ത് ഇവരൊന്നും എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. നോർമൽ സാലറി ആണെങ്കിൽ 240 employed for, so 240 താഴെയാണെങ്കിൽ ഇവരാണെങ്കിൽ in case of manufacture of apparel or footwear leather products ആണെങ്കിൽ 150 days. Employee for which entire contribution pay is paid by government. Okay, so our case entire contribution government ആണെങ്കിൽ ഇവരൊന്നും എന്താ കൊടുത്താൽ new employees ആയിട്ട് കൂട്ടില്ല. Note, an employee is employed during the previous year for less than 240 days or 150 days as the case may be, but is employed for a period of 240 days or 150 days as the case may be in the immediately succeeding year, he shall be deemed to have been employed in the succeeding year. Okay, succeeding year le employment letter. So year lila അടുത്ത year ഉണ്ടെങ്കിൽ അടുത്ത year മുതൽ employee ആയിട്ട് നമ്മൾ കണക്കാക്കും. So 30% കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ആ എംപ്ലോയി കൊടുത്ത എംപ്ലോയ്മെന്റ്സും കണക്കാക്കും. Okay, so 3 consecutive years ആണ് അഡീഷണൽ ആയിട്ട് വരുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന എംപ്ലോയ്മെന്റ്സ് ആണ്. സോ ഈ പറയുന്ന എംപ്ലോയീസ് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. 25,000 above പേയ്മെന്റ് പെർ മന്ത് ഉള്ള സെനാരിയോയിൽ അവർ വരത്തില്ല. 240 150 കേസ് RPF പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത എൻറ്റയർ കോൺട്രിബ്യൂഷൻ പെയ്ഡ് ബൈ ഗവൺമെന്റ് അവരെ ഒന്നും എന്തായിട്ട് കൂട്ടില്ല, ന്യൂ എംപ്ലോയീസ് ആയിട്ട് കൂട്ടില്ല. Then income based deductions. First 80 QQB royalty ആണ്. Royalty from books, literacy, artistic, scientific nature. Okay, so resident individual ആണ് eligible ആണ് amount. Okay, so ഇവിടെ ശ്രദ്ധിക്കുക റോയൽറ്റിയുടെ കേസിലാണ് റോയൽറ്റി 80 QQB. റോയൽറ്റി നമുക്ക് നോർമൽ സെനാരിയിൽ റോയൽറ്റി ഒന്നുകിൽ ലംസം ആയിട്ടായിരിക്കാം കിട്ടുന്നത്. ലംസം ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എത്രയാണ് റെസ്ട്രിക്റ്റഡ് ടു 3 lakhs ആണ്. സോ ലംസം ആയിട്ടല്ല കിട്ടുന്നതെങ്കിൽ എന്താണ് 15% ഓഫ് ബുക്സ് സോൾഡ്. സോ മാക്സിമം എത്ര വരെ വരാൻ പറ്റത്തുള്ളൂ, 3 lakh വരെ നമുക്ക് ഒരു ഇയറിൽ ഇതിനകത്ത് ഡിഡക്ഷൻ 80 QQB ഡിഡക്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. സോ 15% ഓഫ് ബുക്സ് സോൾഡ് അതാണ് നമ്മുടെ വരുന്നതെങ്കിൽ. സോ ഒരുപാട് ബുക്സ് സോൾഡ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ വരും. ബട്ട് റെസ്ട്രിക്റ്റഡ് ടു 3 lakhs അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. Then 80 RRB patents. Patentsന്റെ സെനാരിയോ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഇവിടെ അതേപോലെ തന്നെ ആക്ച്വൽ എലിജിബിൾ എന്താണ് റോയൽറ്റി ഫ്രം patents. Okay, so ഇവിടെ എന്ത് വരും ആക്ച്വൽ or 3 lakhs whichever is less. Okay, least ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുന്നത് ഡിഡക്ഷൻ ആയിട്ട് 80 RRB. Then so very important 80 TTA and 80 TTB very important. 80 TTA interest on SB അക്കൗണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയുന്നത് 80 TTA ഇൻഡിവിജ്വൽ HF-നാണ്. സോ ആക്ച്വൽ ഇൻട്രസ്റ്റ് ഓർ 10,000 whichever is less. So SB അക്കൗണ്ടിൽ എനിക്ക് 15,000 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം 80 TTA-യിൽ 10,000 വരെ. സേവിങ്സ് അക്കൗണ്ട് വിത്ത് ബാങ്കിങ് കമ്പനി, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓർ പോസ്റ്റ് ഓഫീസ്. ഓക്കെ, ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്. സോ പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ എന്താണ് SB അക്കൗണ്ട് ഉണ്ട്. സോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻഡിവിജ്വൽ HF. So deduction under this section would however not available to a resident senior citizen eligible for 80 TTB. Okay, now we will discuss 80 TT would have രണ്ടും കൂടെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. 80 TT deduction in respect of interest on deposit in case of so ഇവിടെ ശ്രദ്ധിച്ചോ senior citizen. Okay, so that means senior citizen എന്താണ് interest on deposit. Okay, so that means ഇതൊരു ബാങ്കിൽ നമ്മൾ SB ആകാം, റെക്കറിംഗ് ആകാം, FD ആകാം, എന്തും ആകാം. സോ ഇവിടെ 80 TTL എടുത്തു പറയുന്നുണ്ടായിരുന്നു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ഏത് ടൈപ്പ് റെസിഡന്റ് സീനിയർ സിറ്റിസൺ whose gross total includes interest on deposit with the bank
കോപ്പറേറ്റീവ് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ്. ദാറ്റ് മീൻസ് FD ആകാം, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആകാം. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് നോക്കുക. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എത്രയാണ്? ആക്ച്വൽ ഓർ 50,000. ഓക്കെ, സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് 80TTA-യും 80TTB. 80TTA, സോ 80 സെക്ഷൻ 80TTA, സെക്ഷൻ 80TTB. 80TTA ആർക്കാണ് ആപ്ലിക്കബിൾ? ഇൻഡിവിജ്വൽസ് അല്ലേ. സോ 80TTBയോ റെസിഡന്റ് സീനിയർ സിറ്റിസൺ. ഇൻഡിവിജ്വൽസിനാണ് ഇവിടെ റെസിഡന്റ് സീനിയർ സിറ്റിസൺ. റെസിഡന്റ് സീനിയർ സിറ്റിസൺസിനാണ് 80TTB. ഇവിടെ എന്താണ്? ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്. സോ ഇതിൽ നിന്ന് കിട്ടുന്ന എന്ത് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കണം? ഇതെല്ലാം SB അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. സോ നമുക്ക് എത്ര വരെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്? അപ് ടു 10,000. സോ 80TTB ആണെങ്കിൽ എന്താണ്? റെസിഡന്റ് ആയിട്ടുള്ള സീനിയർ സിറ്റിസണിന് ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്. ഇത് ഈ ഇൻട്രസ്റ്റ് എന്താകാം? SB അക്കൗണ്ട് ആകാം, പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകാം, റെക്കറിംഗ്, ഏത് ടൈപ്പ് ഓഫ് ആണ്. സോ ഏത് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര വരെയാണ്? 50,000. ഓക്കെ, ഇനിയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ചില ഇതിനകത്ത് ഇത് ആകുമ്പോഴത്തേക്കും ഒരു സീനിയർ സിറ്റിസൺ, ഓക്കെ, സോ ഒരു SB അക്കൗണ്ട് ഉണ്ട്, ഒരു FD അക്കൗണ്ട് ഉണ്ട്. സോ FD അക്കൗണ്ടിൽ നിന്ന് ഒരു 50,000 അല്ലെങ്കിൽ 55,000 ഉണ്ട്. SB അക്കൗണ്ടിൽ നിന്ന് ഒരു 7,500 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ നമുക്ക് എത്രയായിരിക്കും ക്ലെയിം ചെയ്യാം? അതായത് 80TTB അനുസരിച്ചിട്ട് ഇവിടുന്ന് ഒരു 50യും 80TTA അനുസരിച്ച് ഇവിടുന്ന് ഒരു 10ഉം കിട്ടുന്നല്ല. നമ്മൾ അതുകൊണ്ട് 80TTA എടുത്തു പറഞ്ഞിട്ടുണ്ട്. 80TTB ആപ്ലിക്കബിൾ ആകുന്ന സീനിയർ സിറ്റിസണിന് എന്ത് കിട്ടില്ല? 80TTA കിട്ടില്ല. സോ ചിലർക്ക് ഉദാഹരണമുണ്ട്. ഇവിടെ 80TTB FD അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റും സേവിങ്സ് ബാങ്ക്സ് അക്കൗണ്ടും ഉണ്ട്. രണ്ടിനെ കിട്ടുന്ന ഇൻട്രസ്റ്റ് 50 + 10 അങ്ങനെ 60 വരെ നമുക്ക് കിട്ടില്ല. സോ 80TTB ഉണ്ടെങ്കിൽ മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 80TTA കിട്ടില്ല, മാക്സിമം 50,000. സോ സീനിയർ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കിട്ടില്ല? FDക്ക് കിട്ടത്തില്ല. സോ സീനിയർ അല്ലെങ്കിൽ 80TTA എന്തിനു മാത്രമേ കിട്ടുള്ളൂ? SB അക്കൗണ്ടിന് മാത്രമേ കിട്ടത്തുള്ളൂ. മാക്സിമം എത്രയാണ് അത് കിട്ടുന്നത്? 10,000 ആണ്. ഓക്കെ, then next one 80JJA, income from collecting and prospecting biodegradable waste. Okay, eligible assessee, all assessee, eligible income, profit or gains derived from business of collecting and processing, treatment of biodegradable waste for the following activity. Okay, generating power, producing biofertilizer, biopesticides or biological agents, producing biogas, making pellets or briquettes for fuel, organic manure. So deduction എന്ന് പറഞ്ഞാൽ 100% of income for 5 consecutive years starting from the year in which business is commenced. Okay, so business commence ചെയ്തിട്ട് 5 വർഷത്തേക്ക് എന്താണ് 100 ഇൻകത്തിന്റെ 100%ഉം നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ നമുക്കിനകത്ത് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള 80G കൂടെയാണ്. സോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ്? 80C നമ്മൾ ഡിസ്കസ് ചെയ്തു. 80Cയിൽ എത്രയാണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്? 1,50,000. then 80CCC, 80CCD, 80CCD subsection 1, subsection 1D, then subsection 2. Okay, 80CCE കൊണ്ടൊന്ന് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണത്. 80C plus 80CCC plus 80CCD subsection 1 restricted. Total എത്രയാണ്? 1,50,000. So 80CCD subsection 1B 50,000 വരെ ആകാം. അതും 80CCD subsection 2 employer contribution outside the scope of 80CCE ആണ്. That means over and above നമുക്കത് കിട്ടും. Then medical premium in the case of 80D, 80DD, 80DDB, then 80E, 80EE, 80EEA, 80EEB. അതായത് amendment ഒന്നാണ് 80EAയും 80EBയും. Then നമ്മള് എന്തായിരുന്നു 80 പിന്നെ വെച്ചിട്ടാണെങ്കിൽ 80GA പറഞ്ഞു, 80GG, 80GGA, 80GGB, 80GGC, 80JJA, then 80QQB, 80RRB, 80TTA, 80TTB, then 80JJA, 80JJA, 80JJAA നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, സോ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സെഷനിൽ ATG പ്ലസ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.